അങ്ങാണല്ലോ ഈ പത്രക്കാരൻ ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് സിറ്റിസൺ സെൻട്രിക് റിഫോംസും ഉണ്ട്, ബിസിനസ് സെൻട്രിക് റിഫോംസും ഉണ്ട്. ഉണ്ടല്ലോ, ബിസിനസ് സെൻട്രൽ റിഫോംസിൽ കേരളത്തെക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ? ഐ സേ ദർ ഈസ് സ്റ്റേറ്റ്സ്. സിറ്റിസൺ സെൻട്രിക് റിഫോംസ് ആണ് ബിസിനസ് എൻവയറൺമെന്റിനെ മെച്ചപ്പെടുത്തുന്ന റിഫോംസ് എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് നമ്മളെക്കാൾ കൂടിയ ഗ്രേഡുള്ള സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങ് സത്യസന്ധമായി പറഞ്ഞാൽ ഐ തിങ്ക് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പറഞ്ഞ് ഇംഗ്ലീഷ് സെന്റർ പറഞ്ഞാൽ ഈ പ്രശ്നം തീരില്ല. ഇത് അങ്ങ് പറയേണ്ടത് വേണമെങ്കിൽ അങ്ങേക്ക് പറയാം. അങ്ങേക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയത് കേന്ദ്ര മന്ത്രാലയത്തേക്കാണ്. ഈ റാങ്കിംഗ് ഒന്നും മാറ്റണം. ചോദ്യം വളരെ സ്പെസിഫിക്. സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കും. ബിസിനസ് സെൻട്രിക്കിൽ കേരളം എത്രാമതാണ്? ഇനി ബിസിനസ് സെൻട്രിക്കിൽ കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട്? വെറുതെ എടുത്ത വിക്കിപീഡിയ നോക്ക്. വിക്കിപീഡിയയിൽ ആർക്കും എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് വിക്കിപീഡിയ നോക്കൂന്ന് പറയരുത്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത്. അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അങ്ങ് കേപ്പബിൾ ആകുമ്പോ ബാക്കിയുള്ളൊരു ബഹളം വെക്കണേ? ഞങ്ങൾ സൈലന്റ് ആയിട്ട് കേൾക്കൂലോ? ഇനിയിപ്പോ ഇതിനകത്ത് ഞാൻ വഴങ്ങുന്നില്ല സാർ. ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്.